നമസ്കാരം. സങ്കടകരമാണ്. എന്നാൽ അതുകൊണ്ട് പോലും പുറം ലോകത്തിന് മുന്നിൽ ഒളിച്ചുവെക്കാൻ പറ്റാത്ത വിധം ക്രൂരവുമായ പീഡന വാർത്തകളാണ് പിന്നെയും പുറത്തു വരുന്നത്. കുഞ്ഞുങ്ങൾക്കെതിരായ പീഡനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ. കൊല്ലം കുണ്ടറയിൽ 10 വയസ്സുകാരി മരിച്ചത് അതിക്രൂരമായി നിരന്തരമായി ഉപദ്രവിക്കപ്പെട്ട ശേഷമാണെന്ന മൊഴി ഇന്ന് വാർത്തയിലുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കുന്നതിൽ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുക തന്നെയാണ് വേണ്ടത് എന്ന് ഞങ്ങൾ കരുതുന്നു. സമൂഹത്തെ അങ്ങനെയാണ് ജാഗ്രതപ്പെടുത്തേണ്ടത് എന്ന്. അതിനാൽ ഇന്ന് പ്രൈം ഡിബേറ്റിൽ ഈ ക്രൂര വാർത്തകളാണ് ചർച്ചയ്ക്ക് ആധാരം. അതിലേക്ക് കടക്കും മുമ്പ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുണ്ടറയിൽ 10 വയസ്സുകാരി മരിച്ചത് നിരന്തര പീഡനങ്ങൾക്കിരയായ ശേഷമെന്ന് ഡോക്ടറുടെ മൊഴി. മരിക്കുന്നതിന് 3 ദിവസം മുമ്പും ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു. പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കുഞ്ഞുങ്ങൾക്കെതിരായ പീഡനങ്ങളുടെ കൂടുതൽ വാർത്തകൾ പുറത്ത്. SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയന് വേണ്ടി പ്രതിരോധമുയർത്തി ഹൈക്കോടതിയിൽ ഹരീഷ് സാൽവെയുടെ വാദം. പിണറായി പ്രതിയാണെങ്കിൽ നായനാരും കാർത്തികേയനും പ്രതിയാകേണ്ടതല്ലേ എന്ന് ചോദ്യം. പിണറായിക്കെതിരെ ഗൂഢാലോചന നടന്നു. ലാവ്ലിൻ ഇടപാട് മന്ത്രിസഭ അറിഞ്ഞു തന്നെ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കിയിട്ടില്ല. മലപ്പുറത്തെ ഇടത് സ്ഥാനാർത്ഥി പട്ടികയിൽ TK ഹംസയും പരിഗണനാ പട്ടികയിൽ TK റഷീദ് അലി, MB ഫൈസൽ എന്നിവരും. കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണക്കുമെന്ന് കേരള കോൺഗ്രസ്. പിന്തുണ UDF-നല്ല ലീഗിന് മാത്രമെന്ന് KM മാണി. ഉത്തരാഖണ്ഡിൽ ത്രിവേന്ദ്ര സിംഗ് റാവത്ത് മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞ നാളെ. ഉത്തർപ്രദേശിൽ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. മുഖ്യമന്ത്രിയെ നാളെ അറിയാം. ഗോവ ഗവർണർക്കെതിരെ രാജ്യസഭയിൽ കോൺഗ്രസ് പ്രതിഷേധം. രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞ് ഒരു MLA കൂടി പാർട്ടി വിട്ടു. തൃശൂർ കേരളവർമ്മ കോളേജിൽ ABVP SFI സംഘർഷം. കല്ലേറും സംഘർഷവും ഉണ്ടായത് BJP നേതാക്കളുടെ അടക്കം സാന്നിധ്യത്തിൽ. യൂണിയൻ ചെയർമാൻ അടക്കം 17 പേർക്ക് പരിക്ക്. നാരദ കേസിൽ നേരറിയാൻ CBIയെ ചുമതലപ്പെടുത്തി കൊൽക്കത്ത ഹൈക്കോടതി. തൃണമൂൽ നേതാക്കൾക്കെതിരായ ഒളി ക്യാമറ ദൃശ്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കണം. ഉത്തരവ് നേതാക്കൾ കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ. സംഭവത്തിന് പിന്നിൽ BJP എന്ന് മമതാ ബാനർജി. കുണ്ടറയിലെ വീഴ്ചയ്ക്ക് പോലീസ് ഇങ്ങനെയൊക്കെ ശിക്ഷിക്കപ്പെട്ടാൽ മതിയോ? കുണ്ടറയിലെ പെൺകുട്ടിയുടെ ദുരൂഹമരണത്തിൽ അന്വേഷണം വഴിമുട്ടി. അമ്മയടക്കം പോലീസ് കസ്റ്റഡിയിലുള്ളവർ ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരണം തുടരുകയാണ്. പെൺകുട്ടിയുടെ സഹോദരിയുടെ മൊഴിയെടുക്കാനുള്ള ശ്രമം 3ാം തവണയും പരാജയപ്പെട്ടു. പോലീസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് മനുഷ്യാവകാശ കമ്മീഷനും ഇന്ന് രംഗത്തെത്തി. കേസിൽ പെൺകുട്ടിയുടെ അമ്മയടക്കമുള്ളവർ പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതികരിക്കാത്തതിനെ തുടർന്ന് പ്രതിയെ കണ്ടെത്താനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ തടസ്സപ്പെട്ടു. അടുത്ത ബന്ധുക്കളായ 4 പേരെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നുണ്ടെങ്കിലും നിർണായക വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലുള്ള പെൺകുട്ടിയുടെ മൂത്ത സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമം വീണ്ടും പരാജയപ്പെട്ടു. പെൺകുട്ടി പോലീസിന്റെ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. മനഃശാസ്ത്ര വിദഗ്ധരുടെ സഹായത്താൽ പെൺകുട്ടിയുടെയും അമ്മയുടെയും മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം K മോഹൻകുമാർ കുറ്റപ്പെടുത്തി. ഇത്തരം ഒരു ഒഫൻസ് ഉണ്ടായാൽ അതിവേഗതയിൽ ഇത് ചാർജ് ചെയ്ത് അതിന്റെ ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ എല്ലാ പോലീസ് ഓഫീസർമാർക്കും ബാധ്യതയുണ്ട്. ഇതാണ് പോക്സോ ആക്ട് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്തിട്ടില്ല. DYSP റിപ്പോർട്ട് തന്നില്ല. റിപ്പോർട്ടിന് സമയം ചോദിച്ചുമില്ല. അദ്ദേഹം ഹാജരായുമില്ല. അതേസമയം മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ട റിപ്പോർട്ടുകൾ കൃത്യസമയത്ത് നൽകിയിട്ടുണ്ടെന്ന് കൊട്ടാരക്കര DYSP B കൃഷ്ണകുമാർ പറഞ്ഞു. കുണ്ടറ CIയുടെ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷന് കൈമാറുകയായിരുന്നു. എന്നാൽ ലൈംഗിക പീഡനം നടന്നിട്ടുണ്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടും പെൺകുട്ടിയുടേത് അസ്വാഭാവിക മരണമാണെന്നായിരുന്നു മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പോലീസ് രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് 18 കൊല്ലം. ഈ വിഷയത്തിൽ ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാവ് കൊല്ലം DC പ്രസിഡന്റ് ശ്രീമതി ബിന്ദു കൃഷ്ണ കൊല്ലം സ്റ്റുഡിയോയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. സാമൂഹ്യ പ്രവർത്തകയായ അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും, മുൻ SP ശ്രീ സുഭാഷ് ബാബു കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ ചേരും. CPM നേതാക്കളെ ഞങ്ങൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീമതി ബിന്ദു കൃഷ്ണ, വാളയാറിലെ പോലെ തന്നെ പോലീസിന്റെ വീഴ്ചയാണ് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിഷയത്തിൽ കുണ്ടറയിൽ, പ്രത്യേകിച്ചും കുണ്ടറയിലെ ഈ സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായത്? എത്രക്ക് വലുതാണ് ആ വീഴ്ച?
തീർച്ചയായും ഒരു വളരെ വലിയ വീഴ്ചയാണ്. ഈ വീഴ്ചയിൽ നിന്ന് കരകയറാൻ കേരള പോലീസിനാകില്ല. കേവലം പോലീസിന്റെ വീഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒരു പൊതുസമൂഹത്തിനേറ്റ കനത്ത പ്രഹരമാണ്. ഞാൻ അടക്കമുള്ള ഈ ജില്ലയിലെ ആളുകൾ, ഈ സംസ്ഥാനത്തെ ആളുകൾ ഓരോ ദിവസവും പെൺകുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന കഥകൾ കേട്ട് ഉണരുകയും ഉറങ്ങേണ്ടിയും ചെയ്യുന്ന ഗതികേടിലേക്കാകുവാനുള്ള യഥാർത്ഥ കാരണം മറ്റെല്ലാ കാരണങ്ങളും ഉള്ളപ്പോൾ തന്നെ പോലീസിന്റെ നിസ്സംഗതയും നിഷ്ക്രിയത്വമാണെന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. നമ്മുടെയൊക്കെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട്, വിവിധ തട്ടുകളിലുള്ളവരോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും കടപ്പാട് നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഇത്തരത്തിലുള്ള കേസുകളിൽ ഒരു മനുഷ്യത്വം പോലും കാണിക്കാതെ കേസ് സാധാരണഗതിയിൽ മട്ടിൽ കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, സസ്പെൻഡ് ചെയ്യപ്പെട്ട SIO CIO മാത്രമല്ല, ഇതുപോലുള്ള വലിയ കേസുകൾ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വമുള്ള DYSP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമാനമായ കുറ്റകൃത്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വിരൽ ചൂണ്ടുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടാണ് എന്ന് പറഞ്ഞാൽ അത് കേവലമായ രാഷ്ട്രീയ നിരീക്ഷണമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല. കാരണം 1957 മുതലുള്ള ഓരോ ജനാധിപത്യ ഗവൺമെന്റുകളുടെയും പ്രവർത്തനങ്ങൾ കേരളത്തിലെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പരിശോധിച്ചാൽ ഇത്തരത്തിൽ നിരന്തരം കേസുകൾ ഉണ്ടായിട്ടും പോലീസിനെതിരെ നടപടിയെടുക്കുന്നത് അവസാന മാധ്യമങ്ങളും പൊതുസമൂഹവും പ്രതിപക്ഷം അടക്കമുള്ള കക്ഷികൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ മാത്രമാണ്. അതിനു മുമ്പ് ജാഗ്രത പാലിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എങ്കിൽ ശക്തമായ ഒരു ആഭ്യന്തര വകുപ്പും ഗവൺമെന്റും ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് കുണ്ടറ സംഭവവും വാളയാർ സംഭവവും അടക്കമുള്ള ഓരോ കാര്യങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ചൈൽഡ് വെൽഫെയർ സൊസൈറ്റികൾ നോക്കുകുത്തികളാകുന്നു. ശബ്ദമില്ലാത്ത കുഞ്ഞുങ്ങളുടെ അവകാശം സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ പോലീസിന്റെ തലയിലോട്ടോ വേറെ ആരോടെങ്കിലും പറയുന്നു. വനിതാ കമ്മീഷൻ ഉണ്ട്. രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചിട്ട് പറയട്ടെ, വനിതാ കമ്മീഷൻ ഇത്തരത്തിലുള്ള ഈ കാര്യത്തിലുള്ള പ്രവർത്തനം അങ്ങേയറ്റം 0 മാർക്ക് കൊടുക്കേണ്ട രീതിയിലേക്കാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീപീഡന കേസുകൾ ഉണ്ടാകുമ്പോൾ ആദ്യം അവിടെ ഓടിയെത്താനുള്ള സർക്കാരിന്റെ പണവും സഹായവും എല്ലാമുള്ള വനിതാ കമ്മീഷൻ എല്ലാവരും ഒക്കെ എത്തിക്കഴിഞ്ഞിട്ട് എവിടെ നിന്നെങ്കിലും ഓടി വന്നിട്ട് അത് പോലീസിന്റെ അവിടെ ഞങ്ങൾ പറഞ്ഞു, പോലീസ് ചെയ്തില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന കാഴ്ച. എല്ലാവരും കാഴ്ചക്കാരാകുന്നു. അവിടെ ഇരകളാകുന്നത് പാവം കുടുംബങ്ങളിലെ സാധാരണ കുഞ്ഞുങ്ങളാണ്. സ്വന്തം മക്കളെ ആ സ്ഥാനത്ത് നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇന്ന് ഡോക്ടറുടെ മൊഴി കേൾക്കുമ്പോൾ ഇതുവരെ കേട്ടതിനേക്കാൾ ഏറെ ഭയം തോന്നുന്നു. മാധ്യമങ്ങൾ മെനിഞ്ഞാന്ന് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നില്ല എങ്കിൽ ഇത് ആരും അറിയാതെ എഴുതിത്തള്ളപ്പെട്ട അനേകായിരം കേസുകളിൽ ഒന്നായി മാറുമായിരുന്നു. പോലീസ് എന്ന് പറയുന്നത് സ്ത്രീ സൗഹൃദമായ പോലീസിന് പ്രത്യേക ട്രെയിനിങ് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ, ഇത്തരത്തിൽ പോലീസിന് രാഷ്ട്രീയ പാർട്ടികൾ, അവരെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾ ഏതുമായിക്കൊള്ളട്ടെ, പക്ഷേ പോലീസിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങേയറ്റം പ്രമാദമായ കേസുകളിലടക്കം, കൊലപാതക കേസുകളിലടക്കം സ്തുത്യർഹമായ സേവനം നടത്തി, അന്വേഷണം നടത്തി കൊണ്ടുവരുന്ന, സത്യം പുറത്തു കൊണ്ടുവരുന്ന പോലീസിന് പക്ഷേ സമീപകാലത്തെ ഈ സംഭവ വികാസങ്ങളിൽ, കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന സംഭവങ്ങളിൽ കേസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പോലും മനസ്സിലാകുന്നില്ല എന്ന തോന്നലുണ്ടാക്കുന്ന സംഭവ വികാസങ്ങളാണ് വാളയാറിൽ നിന്നാണെങ്കിലും ഇപ്പോൾ കുണ്ടറയിൽ നിന്നാണെങ്കിലും വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്തതിലെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇത്തരം കേസുകളോട് പോലീസ് പൊതുവിൽ സമൂഹമാകെ തന്നെയും പുലർത്തുന്ന നിസ്സംഗത, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ? പോലീസിന്റെ വീഴ്ചയെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാത്രം കണ്ടാൽ മതിയോ? പോലീസിന്റെ വീഴ്ചയെ നമുക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാത്രം കാണാനാവില്ല. കാരണം ഇപ്പൊ ജിഷയുടെ സംഭവം മുതൽ അത് നമ്മൾ എടുത്തു നോക്കാം. കാരണം ജിഷയുടെ സമയത്ത് ചെറ്റക്കുടിയിൽ താമസിക്കുന്ന, ആരും ചോദിക്കാനില്ലാത്ത, സാമൂഹികമായും സാമ്പത്തികമായും ജാതീയമായും എല്ലാം പിന്നോക്കം നിൽക്കുന്ന ഒരു പെൺകുട്ടി മരിച്ചു. അത് 4 ദിവസവും 5 ദിവസവും കഴിയുമ്പോഴും അത് അന്വേഷിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിന്നവരാണ് നമ്മുടെ പോലീസ്. വാളയാറാണേലും കറക്റ്റ് ജിഷയുടെ കേസുമായി അതേ അവസ്ഥ തന്നെയുള്ള ജീവിത സാഹചര്യത്തിൽ നിന്നുള്ള 2 പെൺകുട്ടികൾ. അത് ജനുവരി മാസത്തിൽ ഒരു മരണം നടന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും മരണം നടന്നപ്പോൾ മാത്രം ആദ്യത്തെ പെൺകുട്ടി പീഡനത്തിനിരയായി, സെക്ഷൽ അബ്യൂസിനിരയായിട്ടാണ് ആ കുട്ടി മരിച്ചതെന്ന് നമ്മൾ അറിയുന്നു. രണ്ടാമത്തെ പെൺകുട്ടിയും അതിക്രൂരമായി പീഡനത്തിനിരയായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ അടക്കം കിട്ടിയിട്ടും യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടത്താതിരുന്നത്, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ആളുകളാണ്. ഇവരുടെ നീതി എന്ന് പറയുന്നത് ഇത്രയൊക്കെ മതി എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധം നമ്മുടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്.
അന്വേഷണത്തിൽ നമ്മുടെ പോലീസ് എന്ന് പറയുന്നത് വളരെ എഫിഷ്യന്റ് ആയ പോലീസാണ്. പക്ഷേ അത് ചില കാര്യങ്ങളിൽ ചിലയിടത്ത് ഇങ്ങനെയൊക്കെ മതി എന്നുള്ളത് അവരുടെ ഒരു തീരുമാനമാണ്. ഇപ്പൊ കുണ്ടറയിലെ കാര്യമാണെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് കിട്ടിയതെന്ന്. ഇത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം വൈകുന്നത്? കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഡോക്ടർമാരോട് സംസാരിച്ചുകൊണ്ട് തന്നെ എത്രയും വേഗം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ കിട്ടുവാനുള്ള നടപടി എടുക്കുവാൻ പോലീസിനെ കൊണ്ട് സാധിക്കും. പക്ഷേ അവരത് വേണ്ടാന്ന് വെക്കും. അതിൽ സെക്ഷൽ അബ്യൂസ്, സെക്ഷൽ ഹരാസ്മെന്റ്, സെക്ഷലി കുട്ടികൾ അസോൾട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകൾ അവരെ സംബന്ധിച്ച് അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. ഇത് വളരെ ഏതോ കാരണത്താൽ അജ്ഞാതമായ കാരണങ്ങളാൽ കുട്ടികൾ 10 വയസ്സും 11 വയസ്സും ഒക്കെയുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യപ്പെടുന്നു എന്ന് വളരെ നോവൽ എഴുതുന്നത് പോലെ FIR-കൾ എഴുതിക്കൊണ്ട് അന്വേഷണം തുടങ്ങും. ആദ്യമേ തന്നെ അവർ പ്രിഡിക്റ്റ് ചെയ്യുവാണ് ഇത് ആത്മഹത്യയാണെന്ന്. ഒരു ആത്മഹത്യയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അന്വേഷണം തുടങ്ങുന്നത്. ഒരു കൊലപാതകത്തിന്റെ ഒരു സാധ്യതയെ അവർ അന്വേഷിക്കുന്നില്ല. ഇതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷിക്കണമെന്നല്ല അന്വേഷിക്കുന്നത്. ഒരു മരണം ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞവർക്ക് അന്വേഷിക്കാം. അവരെങ്ങനെയാണ് ആദ്യത്തെ ദിവസം തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്നത്? വളരെ എളുപ്പത്തിൽ തന്നെ 154 ഒരു FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അവർ പറയുന്നു ഇത് ആത്മഹത്യയാണ്. എന്തോ അജ്ഞാതമായ കാരണത്താൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയാണ്. 10ഉം 11ഉം 9ഉം വയസ്സുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനുശേഷം 1 മാസവും 1.5 മാസവും കഴിയുമ്പോൾ FIR കൊണ്ടുവന്നിട്ട് അവർ പറയുന്നു സെക്ഷൽ അബ്യൂസിനിരയായിട്ടുണ്ടെന്ന്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ കേസുകൾ കോടതിയിൽ വരുമ്പോഴുള്ള സാഹചര്യമാണ്. കാരണം ഇൻക്വസ്റ്റ് പോലും ഇവർ ഇത്ര അലസഭാവത്തിലായിരിക്കും ചെയ്തിരിക്കുന്നത്. ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് അവർ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിൽ ഉൾപ്പെടെ, സീൻ മഹസറുകൾ എഴുതുന്നതിൽ ഉൾപ്പെടെ, പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൽ ഉൾപ്പെടെ, ബോഡിയുടെ കാര്യത്തിൽ ബോഡി ഇൻസ്പെക്ഷൻ നടക്കുന്നതിൽ ഉൾപ്പെടെ, ഫോറൻസിക് എടുക്കുന്നതിൽ ഉൾപ്പെടെ എല്ലാ തരത്തിലും അനാസ്ഥകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ അനാസ്ഥയാണ് ആരെയെങ്കിലും എന്തെങ്കിലും പ്രതി ചേർത്തുകൊണ്ട് ഇവർ നേരെ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഈ ചാർജാണ് കോടതിയിൽ വരുന്നത്. ഈ ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറയും പോക്സോ കേസുകളിലും റേപ്പ് കേസുകളിലും ഏത് തരത്തിലുള്ള കേസുകളിലും കോടതിയിൽ എത്തുമ്പോൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന്? കൃത്യമായ അന്വേഷണം നടത്താതെ, കൃത്യമായി എവിഡൻസുകൾ ശേഖരിക്കാതെ, പ്രൈമറി ആയിട്ടുള്ള എവിഡൻസുകൾ, ഡോക്യുമെന്ററി എവിഡൻസുകൾ ഇതെല്ലാം കൃത്യമായി കോടതികൾക്ക് മുമ്പിൽ എത്തിക്കാതെ, കൃത്യമായി സാക്ഷി മൊഴികൾ രേഖപ്പെടുത്താതെ, സീൻ മഹസർ പോലെയുള്ള വ്യക്തമായിട്ടുള്ള രേഖകൾ കൃത്യമായി എടുക്കാതെ ഇത്തരത്തിലുള്ള കേസുകൾ കോടതിയിൽ കൊണ്ടുവരികയും കേസ് നടത്തുകയും കേസ് വെറുതെ വിടുകയും ചെയ്യും. പോലീസിനെ എന്തിനാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടത്താനാണ്. ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഈ ഏത് തരത്തിലുള്ള ഘട്ടത്തിലും ഇത്തരത്തിലുള്ള അനാസ്ഥകൾ ഉണ്ടാകുകയും ആ അനാസ്ഥകൾ അതിന്റെ ആകത്തുകയായിട്ട് പ്രതികൾ വളരെ നിസ്സാരമായി നമ്മുടെ നിയമ സംവിധാനത്തിൽ നിന്നും ഊരിപ്പോവുകയും ചെയ്യും. തുടങ്ങേണ്ടത് ഈ അന്വേഷണത്തിൽ നിന്നാണ്. തീർച്ചയായും അതാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീമതി മായാകൃഷ്ണൻ താങ്കളിലേക്ക്, അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സുഭാഷ് ബാബു, ഇതിപ്പോൾ 2 കേസുകളിലാണെങ്കിലും 9 വയസ്സുള്ള കുട്ടിയാണ് വാളയാറിൽ ആത്മഹത്യ ചെയ്തത്. അതിനു മുമ്പ് അതേ വീട്ടിൽ 14 വയസ്സുള്ള ആ കുട്ടിയുടെ സഹോദരി ആത്മഹത്യ ചെയ്തിരുന്നു. ആത്മഹത്യ ചെയ്തിരുന്നു എന്നത് പോലീസിന്റെ വാക്കാണ്. കുണ്ടറയിലാണെങ്കിലും ആത്മഹത്യ ചെയ്ത നിലയിലാണ് കാണപ്പെട്ടിരുന്നത്. കത്തുണ്ടായിരുന്നു, ആത്മഹത്യാക്കുറിപ്പ്, ആരുടെയോ കൈപ്പടയിൽ. രണ്ടിടത്തും 9ഉം 10ഉം വയസ്സുള്ള കുട്ടികൾക്ക്, നമ്മുടെയൊക്കെ വീട്ടുകളിൽ ഉള്ളതുപോലുള്ള കുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയുമോ? അവർക്ക് സ്വയം കൊല്ലാൻ, കുരുക്കിട്ട് അതിനകത്ത് കയറിക്കിടന്ന് മരിക്കാൻ, സ്വയം മരിക്കാൻ കഴിയുമോ എന്ന ഒരു വളരെ സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്ന ചോദ്യം മുന്നിൽ ഉണ്ടായിട്ട് പോലും അതേ തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനുള്ള സൂചനകളും തെളിവുകളും ലഭ്യമായിരുന്നിട്ട് പോലും പോലീസ് വലിയൊരു പ്രശ്നം പുറത്തു നിന്നുണ്ടാകുന്നത് വരെ അങ്ങേയറ്റം നിസ്സംഗമായാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്തത് എന്നത് ഇതിനകം തന്നെ വെളിവായിട്ടുണ്ട്. വാളയാറിലാണെങ്കിലും കുണ്ടറയിലാണെങ്കിലും ഇതാണ് സ്ഥിതി. പിന്നീട് പുറത്തുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പോലീസ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ശക്തമാക്കാനുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നത്. സർക്കാരിന്റെ ഇടപെടൽ കൊണ്ട് പോലീസുകാർക്ക് ശിക്ഷാ നടപടികൾ ഈ 2 കേസിലും കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പോലീസിന് കൊലപാതക കേസുകളടക്കം അങ്ങേയറ്റം പ്രമാദമായിട്ടുള്ള നിരവധിയായ കേസുകൾക്ക് ആവേശത്തോടുകൂടി ഇറങ്ങി വരുന്ന, ലോകത്ത് തന്നെയും തരക്കേടില്ലാത്ത ഒരു സംഘം, അന്വേഷണ സംഘം എന്ന പേരുള്ള പോലീസിന്, കേരള പോലീസിന് ഇവിടെ ഇങ്ങനെ വീഴ്ച വരുന്നത്? ഈ വീഴ്ചക്ക് കാരണം കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള, കുഞ്ഞുങ്ങൾക്കെതിരായുള്ള അതിക്രമങ്ങൾ നിസ്സാരമായും നിസ്സംഗമായും കണ്ടാൽ മതി. ഇതുപോലുള്ള ദരിദ്രമായ സാഹചര്യങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കപ്പെടാൻ കൂടെ ഉള്ളതാണ്, കൊല ചെയ്യപ്പെടാൻ കൂടെ ഉള്ളതാണ് എന്ന പോലീസിനുള്ളിൽ അടിയുറച്ചു കിടക്കുന്ന നിസ്സംഗതാ മനോഭാവം കൊണ്ടാണോ? പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാനുസൃതമായിട്ട് ഒരു പൗരനുള്ള എല്ലാ അവകാശങ്ങളും, അതായത് തുല്യ നീതി കൊടുക്കാനുള്ള ബാധ്യത പോലീസിന് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ
ഒരു ആത്മഹത്യയാണ് എന്ന് വിചാരിക്കുക. അത് അങ്ങനെ ഒരു തൂങ്ങിമരണം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ തൂങ്ങിമരണത്തിൽ കൊലപാതകം ഉണ്ടായിക്കൂടെ, അങ്ങനെ കൊലപാതകം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നതുൾപ്പെടെ പരിശോധിച്ച് കൊലപാതകം ഉണ്ടായിട്ടില്ല, അതേമാതിരി മറ്റൊരു ഏതെങ്കിലും രീതിയിലുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ ഓരോന്നും പ്രത്യേകം പരിശോധിച്ച് ഇല്ല എന്ന് തെളിവ് ശേഖരണത്തിന് ശേഷം ഉത്തമ ബോധ്യം വന്നതിന് ശേഷമേ അത് ഒഴിവാക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ആദ്യമേ ചാടിക്കയറിയ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്താൻ പാടില്ല എന്ന് തന്നെയാണ് പോലീസ് നിയമങ്ങൾ പറയുന്നത്. പോലീസ് എല്ലാ അന്വേഷണങ്ങളും കടന്ന് അത് സംശയാതീതമായി അവർക്ക് ഇതിൻ്റെ കാരണം സമർത്ഥിക്കാൻ കഴിയുന്ന സാഹചര്യം വരെ വ്യക്തമായ ഒരു ഉത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രിമച്വർ ഒപ്പീനിയൻ ഉണ്ടാവാൻ പാടില്ല എന്ന് നിയമം വ്യക്തമായി പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള തൂങ്ങിമരണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേക പരിഗണനാർഹമായ രീതിയിൽ ഉള്ള ഒരു അന്വേഷണമാണ് പോലീസ് നൽകേണ്ടത്. പോലീസ് ആക്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സെക്ഷൻ 29 സ്ത്രീകളെയും കുട്ടികളെയും ഇന്ന രീതിയിൽ പ്രത്യേകമായി പരിഗണിക്കണം, അവരുടെ കേസുകൾ കൂടുതൽ ഗൗരവം കൊടുക്കണം. അതനുസരിച്ചിട്ട് പോലീസ് അന്വേഷിക്കണമെന്നുള്ള ബാധ്യത അവർക്കുണ്ട്. അതിൻ്റെ തെളിവ് ശേഖരണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അന്വേഷണ ഉദ്യോഗസ്ഥനും അതിൻ്റെ മേലുദ്യോഗസ്ഥന്മാരിലും മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. മറ്റ് പുറമേയുള്ള കോടതിക്കുൾപ്പെടെ അതിനകത്തിലേക്ക് ഇടപെടാനുള്ള യാതൊരു നിയമ സാധുതകളും ഇന്ന് നിലവിലില്ല. കോടതി സൂപ്പർവിഷൻ നടത്തുന്നു എന്ന് പറയുന്ന ചില കേസുകളിൽ പോലും കോടതിക്ക് പരിമിതികളുണ്ട്. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചതിന് ശേഷം ചെന്ന് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് അതിനകത്ത് എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് ഓരോ കേസിലും പരമാവധി അതിൻ്റെ കാര്യകാരണ സഹിതം അന്വേഷിച്ച് തെളിവ് ശേഖരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താ, പോസ്റ്റ്മോർട്ടം കിട്ടിയില്ല, ശുദ്ധ അസംബന്ധം. അതായത് ഒരു പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നത് തന്നെ ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ട് എന്ന് ഉത്തമ ബോധ്യമുള്ളപ്പോൾ അതിൻ്റെ വിവരം അറിയാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്നത്. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡോക്ടറെ കണ്ടു ചോദിക്കാം. അങ്ങനെ ഡോക്ടറെ കണ്ടു ചോദിക്കുമ്പോൾ അവർ കേസ് ഷീറ്റിൽ എഴുതിയ വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം. അതുകൊണ്ട് അവിടെ നിന്ന് അന്ന് അത് പ്രിന്റ് ചെയ്ത് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റായിട്ട് കിട്ടിയില്ലെങ്കിലും ആ കേസ് ഷീറ്റിൽ നിന്നുള്ള വിവരങ്ങൾ അതേ രീതിയിൽ എഴുതി വാങ്ങാവുന്നതാണ്. അവർ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങാം. അതായത് പോസ്റ്റ്മോർട്ടം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് കേസ് ഫയൽ തലക്കടി വെച്ചുകൊണ്ടിരിക്കാനൊന്നും പോലീസുകാർക്ക് അനുവാദം ഒന്നുമില്ല. അത് വീഴ്ച തന്നെയാണ് പോലീസിൻ്റെ. അത് പോലീസ് അങ്ങോട്ട് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയാണ്. ഇനി ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ FIR ഫോമിൽ ഇത് എഴുതി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും എന്താന്ന് പറഞ്ഞ് പോലീസ് ആക്ട് പ്രകാരം പറയുന്നത് 57-ാം വകുപ്പ് പ്രകാരം ഇത് 175-76 CRPC പ്രകാരം അന്വേഷണം നടത്താൻ പറയുന്നുണ്ട്. ആ അന്വേഷണം നടത്തുന്ന അവസരത്തിൽ മേലുദ്യോഗസ്ഥന്മാർ ഇത് അന്ന് തന്നെ FIR ഇട്ടാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാം കമ്പ്യൂട്ടറിലെ സിസ്റ്റത്തിലാണുള്ളത്. മേലുദ്യോഗസ്ഥന് CIക്കാണെങ്കിൽ CIക്ക് അറിയാം, DYSPക്കാണെങ്കിൽ DYSPക്ക് അറിയാം, പിന്നെ അതുപോലെ തന്നെ DCRB എന്ന് പറയുന്ന വിഭാഗത്തും അറിയാം. അവിടെ ചെന്നതിന് ശേഷം ഓരോ ദിവസവും അല്ലെങ്കിൽ ഇനി വളരെ ഗൗരവമുള്ള കേസുണ്ടെങ്കിൽ ഒരു മണിക്കൂറുകൾ ഇടവിട്ട് ഇതിനകത്തിലെ പ്രോഗ്രസ് എന്താണ്, തെളിവിന്റെ ശേഖരണത്തിന്റെ പ്രത്യേകതകൾ എന്താണ് സുഭാഷ് ബാബു താങ്കളിലേക്ക്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ആ പോലീസിന് അവരുടേതായിട്ടുള്ള രീതികളിൽ കൂടെ മാത്രമേ മുന്നോട്ട് പോകാനാവുകയുള്ളൂ എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. ഈ കുണ്ടറയിലെ കേസിൽ ഞാൻ ഒരു നിമിഷം തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ സുഭാഷ് ബാബു. ഈ കുണ്ടറയിലെ കേസിലാണെങ്കിൽ പോലീസ് 3 തവണ ഈ അസ്വാഭാവികമായ മരണമാണല്ലോ, അതുകൊണ്ട് 3 തവണ ആ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട്. പക്ഷേ അമ്മയടക്കമുള്ള അടുത്ത ബന്ധുക്കളാരും ഇത് സംബന്ധിച്ച് സഹകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് പോലീസിന്റെ നിലപാട്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിപ്പോയത് എന്ന് പോലീസ് നേരത്തെ പറയുകയുണ്ടായിട്ടുണ്ട്. അതായത് ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഇങ്ങോട്ട് ഉന്നയിച്ചാൽ ഞാൻ എണ്ണ തലയിലൂടെ ഒഴിച്ച് ആത്മഹത്യ ചെയ്യും എന്ന് അമ്മ ഭീഷണി മുഴക്കി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നേരാംവണ്ണമല്ലാതെ ഇക്കാര്യങ്ങളിൽ പ്രൊസീജിയേഴ്സ് എല്ലാം പാലിച്ചുകൊണ്ടല്ലാതെ നിയമവിധേയമായിട്ടല്ലാതെ അന്വേഷണം നടത്താനാവുകയില്ല എന്നതുകൊണ്ടാണ് ജനുവരി 15-ാം തീയതി ഈ ദുരൂഹമായ മരണമുണ്ടായിട്ട് ഒരുപാട് കാലം നീണ്ടുപോയത്. അന്വേഷണം നടത്തി കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ എന്ന പോലീസിന്റെ വാദം അനുവദിച്ചു കൊടുക്കാവുന്നതാണോ? സാമാന്യ ബുദ്ധിയുള്ള ലോകത്തൊരാൾക്കും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന വാദമല്ല പോലീസ് ഈ കേസിൽ ഉന്നയിക്കുന്നത്. അമ്മ കൊന്ന് കെട്ടിത്തൂക്കിയതാണെങ്കിൽ ആ കേസ് അന്വേഷിക്കണ്ടേ? ഇനിയിപ്പം മറ്റാരെങ്കിലും കൊന്ന് കെട്ടിത്തൂക്കുന്നതിന് അമ്മ കൂട്ടു നിന്നെങ്കിൽ കേസ് അന്വേഷിക്കണ്ടേ? അതൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ SIയും CIയും അടക്കമുള്ളവര് വീഴ്ച വരുത്തിയെന്ന് 2 മാസങ്ങൾക്ക് ഇപ്പുറത്ത് മാധ്യമങ്ങളും പൊതുസമൂഹവും ഇടപെട്ടപ്പോൾ തീരുമാനമെടുത്തു.
ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ മാസവും റിപ്പോർട്ടിംഗ് ഉണ്ട്. ADGP അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ കേസുകളെ സംബന്ധിച്ചുള്ള ചർച്ചയുണ്ട്. എന്തുകൊണ്ട് ADGP അടക്കമുള്ള ആളുകൾ ഈ കേസ് അറിഞ്ഞില്ല? ജൂനിയർ ഉദ്യോഗസ്ഥന്മാർക്ക്, ജൂനിയർ എന്ന് പറയാൻ പറ്റത്തില്ല, SI ഒക്കെ എത്രയും കാലമായവർ, SI ആയിട്ട് സർവീസ് ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് CI ആയവർ, ഇവർക്കൊന്നും നിയമവും ചട്ടവും അല്ലെങ്കിൽ പോലീസിന്റെ പ്രവർത്തനവും അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും ADGP അടക്കമുള്ള SP ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞ കേസില് എല്ലാവരും ഒരുപോലെ നിസ്സംഗത കാണിച്ചു. അവിടെ ഈ ചർച്ചയിൽ തന്നെ ഉരുത്തിരിഞ്ഞു പറഞ്ഞ വാദമുഖങ്ങൾ പ്രസക്തമുള്ളതാണ്. ആ കുഞ്ഞു മരിച്ചു, കുഞ്ഞിന് ചോദിക്കാനും പറയാനും ആളില്ല, അതിന്റെ അമ്മ ആത്മഹത്യ എന്ന് പറഞ്ഞു, പിന്നെ ഞങ്ങൾ എന്തിനു പൊല്ലാപ്പിന് പോകുന്നുള്ളു എന്ന നിസ്സംഗത. യഥാർത്ഥത്തിൽ അതാണോ വേണ്ടുന്നത്? അമ്മയോ അച്ഛനോ ഒക്കെ ഡിഫാക്ടോ കംപ്ലൈന്റിന്റെ മാത്രമാണ്. കേസ് നടത്താനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്കാണ്. സ്റ്റേറ്റിന്റെ അവകാശമാണ്, ഉത്തരവാദിത്വമാണ്. ഇവിടെയുള്ള ഓരോ പൗരനും, അത് കൊച്ചു കുഞ്ഞായിക്കോട്ടെ, കൊച്ചു കുഞ്ഞിന് ശബ്ദമില്ല, സ്വന്തം ആവശ്യങ്ങളെ കുറിച്ച് അവകാശങ്ങളെ കുറിച്ച് പറയാനുള്ള കഴിവില്ല, മരണപ്പെട്ടുപോയ ആൾക്ക് പ്രത്യേകിച്ചും ഒരു ശേഷിപ്പും അറിയിച്ചു വെച്ചിട്ട് പോകാൻ ആ കുഞ്ഞിനായില്ല, പുറത്തൊരാളടുത്ത് പോലും പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ അതിനിഷ്ഠൂരമാം വിധം ഈ കുഞ്ഞ് കൊല്ലപ്പെട്ടിട്ട് അത് ആത്മഹത്യ എന്ന് മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ പറയാ. ഇതെന്ത് നാടാ? ആത്മഹത്യ എന്ന് പറയാൻ ഇത് അന്വേഷിച്ചോ ആരെങ്കിലും? ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പറയാൻ അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ കണ്ടവർ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം പറയുന്ന ജനൽ കമ്പിയിൽ തൂങ്ങി നിൽക്കുന്ന കുഞ്ഞ്, അങ്ങനെ തൂങ്ങി നിൽക്കാനുള്ള യാതൊരു സാഹചര്യവും അവിടെ ഇല്ല. ഒറ്റ നോട്ടത്തിൽ അസ്വാഭാവിക മരണമെന്നും തൂങ്ങി മരണമല്ല എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് ആളുകൾ ഇപ്പൊ പറയുന്നു. അവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മലയാളികൾ പുലർത്തുന്ന ക്രൂരമായ നിസ്സംഗത. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, അതിലേക്ക് വരേണ്ടത്. അതിനു മുമ്പ് ശ്രീ അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ, ഈ പോക്സോ നിയമം 18 വയസ്സിന് കീഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അവർക്കെതിരായിട്ടുള്ള ലൈംഗികാതിക്രമങ്ങളെ തടയാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ലൈംഗികാതിക്രമങ്ങൾ നടത്തുന്നതിന് ശേഷം മാത്രമല്ല, ലൈംഗികാതിക്രമം നടത്താനുള്ള ആ അഭിവാഞ്ഛയെ പോലും കുറ്റമായി കണക്കാക്കുന്ന അങ്ങേയറ്റം ഗൗരവതരമായ നിയമമാണത്. ആ നിയമം ചുമത്തി തന്നെ അത് ചുമത്തി തന്നെ പോക്സോ നിയമം ചുമത്തിക്കൊണ്ട് തന്നെ കേസെടുത്താൽ പോലും അന്വേഷണം ഈ നിലക്കാണെങ്കിൽ, അതിൻ്റെ പ്രാഥമികമായ സമയങ്ങളിൽ തെറ്റായ നിലക്ക് പോലീസ് മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ നിസ്സംഗതാ മനോഭാവം പുലർത്തി മുന്നോട്ട് പോയാൽ ഏത് നിലക്കാണ് കേസ് അട്ടിമറിക്കപ്പെടുക എന്നത് സംബന്ധിച്ചാണല്ലോ താങ്കൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത്. ഈ എത്രക്ക് കർക്കശമായിട്ടുള്ള നിയമ നിലപാടുകൾ ഉണ്ടായിട്ടും കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെ പോലീസിന്റെ വീഴ്ച കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന നിലയുണ്ടാകുന്നത് ഏത് നിലക്കാണ് ഉണ്ടാവുക? അത്തരം സാഹചര്യങ്ങൾ കേരളത്തിൽ ഈ സമീപകാലത്ത് നടന്ന സംഭവ വികാസങ്ങൾ, അങ്ങനെ നിയമം എത്ര കർക്കശമായിട്ടും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് തുടരുക തന്നെയാണ് ചെയ്യുക. പൊതുസമൂഹ ജാഗ്രതയാണ് വേണ്ടത് എന്നതിന് ഏത് വിധത്തിലാണ് തെളിവാകുന്നത്? ആദ്യമായി നമുക്ക് പറയാനുള്ളത് 2012 പോക്സോ നിയമം വന്നിട്ടുള്ളത്. പോക്സോ നിയമം, അതായത് IPC നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക്, അഡൽട്ടിനെ, അതായത് പ്രായപൂർത്തിയായവരുടെ വിക്ടിമായിട്ടുള്ള കേസുകളിൽ അവരെ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല കുട്ടികൾക്ക് പ്രത്യേക നിയമം ഉണ്ടാവേണ്ടതുണ്ട്. അഡൽട്ടിനെ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പോക്സോ ആക്ടിന്റെ ആമുഖത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ആക്ട് വന്നിട്ടുള്ളത്. ഈ ആക്ട് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നില്ല കേരള പോലീസിന് ഈ 2012 വന്നിട്ടുള്ള ആക്ടിന് എങ്ങനെയാണ് ഇവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത്, എന്തെല്ലാം പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട് എന്നുള്ള തരത്തിൽ ഒരു ട്രെയിനിങ് ക്ലാസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊടുത്തിട്ടില്ല എങ്കിൽ ഗവൺമെന്റ് ഇടപെട്ട് ഉടനടി പോക്സോ ആക്ടുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് എന്നുള്ളത്, എന്തെല്ലാം ഫോർമാലിറ്റീസ്, 24 മണിക്കൂറിനുള്ളിൽ CWC അറിയിക്കുക, കുട്ടികൾക്ക് വീടിനുള്ളിൽ നിന്ന്, ഇപ്പൊ നേരത്തെ ശ്രീമതി ബിന്ദുകൃഷ്ണ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം കുട്ടികൾക്ക് വീടിനുള്ളിൽ നിന്ന് അതിക്രമങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നു. ബാക്കി പുറത്തുനിന്ന് ഒരാൾ ചെയ്യുന്ന അതിക്രമത്തെക്കാൾ കൂടുതൽ കുട്ടികൾക്ക് വീട്ടിൽ നിന്നുണ്ടാകുന്ന അതിക്രമം കുട്ടികളെ ചെയ്യുന്ന ആൾക്ക് ശിക്ഷ കൊടുക്കുന്ന തരത്തിലാണ് പോക്സോ ആക്ട് ഉള്ളത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെൽട്ടർ ഹോമുകളിൽ ടെലിഫോണിലുണ്ട്, അദ്ദേഹം ഒരു പരിപാടിയിലാണ്, അദ്ദേഹത്തിലേക്ക് പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ KN ബാലഗോപാൽ, പോലീസിന്റെ വീഴ്ച എന്നത് വാളയാറിലാണെങ്കിലും കുണ്ടറയിലാണെങ്കിലും അങ്ങേയറ്റം എവിഡന്റ് ആണ്, കൃത്യമായി മനസ്സിലാക്കാനാവുന്നതാണ്. എന്തുകൊണ്ടാണത് ഇത്തരം സംഭവങ്ങളിൽ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ പോലീസിന് എന്തുകൊണ്ടാണ് നിസ്സംഗതാ മനോഭാവം ഉണ്ടായി പോകുന്നത്? പോലീസിന്റെ ഭാഗത്ത് ഈ കുണ്ടറയിലെ കേസിനകത്ത് പോരായ്മ ഉണ്ടായെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് നടപടിയെടുത്തു. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല പോലീസ് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യം ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിൽ ഏത് കേസെടുത്താലും എന്തെടുത്താലും
വളരെ ഭാവത്തിൽ അതിനകത്ത് പലതിനകത്തും ഉന്നതമായ പല ആളുകളും ബന്ധപ്പെട്ടതിന്റെ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ രാഷ്ട്രീയമായ ഒരു ആരോപണം ഉന്നയിക്കാനല്ല ശരി. പോലീസ് ആസ് എ ഹോൾ കേസുകൾ സമയത്തെടുക്കുക, ഉത്തരവാദിത്തോട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറകോട്ട് പോയതിന്റെ പ്രശ്നം കേരളത്തിലുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിനകത്ത് തുടരുന്നവരാണ്. അവര് ഇതിനൊക്കെ വളരെ ലാഘവത്തോടുകൂടി കാണുന്നു എന്ന നിലയിൽ പലർത്തും വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കുണ്ടറയിലെ കാര്യം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് മെഡിക്കൽ കോളേജിലേക്ക് അയക്കണമെന്ന് അവിടെ ജനപ്രതിനിധികളും അവിടെ കൂടിയ ജനങ്ങളുമാണ് സിപിഎമ്മിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ശക്തമായി പറഞ്ഞിട്ടാണ് അത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ട് ഇതിങ്ങനെ ആ വീട്ടുകാർ സഹകരിച്ചില്ല, അവരങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരുന്നു, അന്വേഷിക്കാതിരുന്നു പറഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അപ്പൊ പോലീസിന് വേണ്ടത്ര ട്രെയിനിങ്ങും പഴയ ചില സ്വഭാവം വെച്ചുകൊണ്ട് തുടരുന്ന പോലീസുകാർക്ക് ഞാനത് പറയുന്നത് വെറുതെ അല്ല. 2015 ഇതേ കുട്ടിയുടെ ശ്രീ കെ എൻ ബാലഗോപാൽ, ഇതിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘത്തിന്റെയോ ഭരണ നേതൃത്വത്തിന്റെയോ വീഴ്ചയാണ് എന്നത് മാറ്റി നിർത്തുക. അങ്ങനെ വീഴ്ച പറഞ്ഞിട്ട് ഈ കാര്യത്തിൽ ഒഴിഞ്ഞു മാറുക ആർക്കും സാധ്യവുമല്ല. അത് ആരുടെയെങ്കിലും പ്രത്യേകമായ വീഴ്ചയാണെന്ന് പറയുന്നതിന് മുമ്പ് ഈ പോലീസിന് ഇത്തരം കാര്യങ്ങളിൽ പോക്സോ നിയമം സംബന്ധിച്ച് കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നാട്ടിലുണ്ട് എന്നത് സംബന്ധിച്ച് അതിന്മേൽ എന്ത് നടപടികൾ എടുക്കണം, അത് തടയാൻ വേണ്ടി ഏത് നിലക്കുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നത് സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള പരിശീലനം അല്ലെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടുന്ന സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പോലീസിനുൾപ്പെടെ നമ്മുടെ സമൂഹത്തിൽ തന്നെ അറിഞ്ഞൂടാ, പോലീസിന് അറിയാൻ വയ്യാത്ത കഷ്ടമാണ്. പോലീസ് ഇപ്പൊ തന്നെ 24 മണിക്കൂറിനകം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിക്കണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് അത് മനസ്സിലാക്കി അത് ചെയ്യുന്നില്ല. 3 കേസുകളാണ് ഇപ്പൊ എന്റെ ഓർമ്മ വരുന്നത്. ഒന്ന് വയനാട്, 2 വാളയാറ്, 3ാമത്തെ ഈ കേസ് ഇപ്പൊ അടുത്ത കാലത്തുണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ നിയമങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് മാനുഷികമായി പെരുമാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. അതുണ്ടാവുന്നില്ല. അത് കുറച്ചുകൂടി കൃത്യമായി സമൂഹത്തിൽ പഠിക്കണം. പോലീസുകാർ നിർബന്ധമായും പോലീസ് കാര്യങ്ങൾ കൂടുതൽ പഠനം ഉണ്ടാവണം. അവയർനെസിന്റെ പ്രശ്നമുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ള കാര്യം പ്രത്യേകമായിട്ടൊരു സാമൂഹിക പ്രശ്നം എന്ന നിലയിൽ ഉത്തരവാദിത്തം എല്ലാവരും ചേർത്തിരിക്കണം. അതിനകത്ത് ഈ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ ഒന്നും വ്യത്യാസമില്ല, കക്ഷി രാഷ്ട്രീയത്തിന്റെ വ്യത്യാസമില്ല, ഇല്ല ജാതിമത സംഘടനകൾ ഉൾപ്പെടെ തീർച്ചയായും ആ തരത്തിലുള്ള അവയർനെസ് അതിനെ സംബന്ധിച്ച് ഉണ്ടാകേണ്ടതാണ്. വളരെ പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം. ശ്രീ അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ, ശ്രീ സുഭാഷ് ബാബു, ശ്രീമതി ബിന്ദു കൃഷ്ണ, അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ, താങ്കൾ നേരത്തെ സംസാരിച്ച് വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇടപെടുകയായിരുന്നു. ഏത് നിലക്കുള്ള പുതിയ അവബോധത്തിലേക്ക് പോലീസ് വരണമെന്നാണ്? ഏത് തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇത്തരം വീഴ്ചകളിലേക്ക് ആവർത്തിച്ച് വാളയാറിലാണെങ്കിലും കുണ്ടറയിലാണെങ്കിലും മറ്റുള്ളിടങ്ങളിലാണെങ്കിലും പോലീസിനെ കൊണ്ടുവന്നെത്തിക്കുന്നത്? അല്ല, വാളയാർ നമുക്കെടുക്കാം. വാളയാർ കേസിലെ ആദ്യത്തെ കുട്ടിക്ക് ലൈംഗിക പീഡനമുണ്ടായി, സെക്ഷൽ അബ്യൂസിനിരയായി, കുട്ടി മരണപ്പെട്ടു. ആ കേസിൽ കൃത്യമായി അന്വേഷണം നടത്തി അത്തരം ഒരു സാഹചര്യം ആ വീട്ടിൽ നിന്നാൽ ചുറ്റുവട്ടത്ത് നിന്ന് തൊട്ടടുത്ത് ആ വീട്ടിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നാണെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അവർ പറയുന്നത് ശരിയാണെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിന്നാൽ അടുത്ത കുട്ടിക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്നവർക്ക് മനസ്സിലാവുകയും അത് കൃത്യമായി പോക്സോ ആക്ട് അവർ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ആ 2ാമത്തെ കുട്ടിയെങ്കിലും അവർ CWCയുടെ മുമ്പിൽ ഹാജരാക്കും. ഗവൺമെന്റിന്റെ ചിൽഡ്രൻസ് ഹോമിലേക്ക് ആ കുട്ടിയുടെ താമസം അവർ മാറ്റും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്തരത്തിൽ ഈ ആക്ടിനെ സംബന്ധിച്ച് ഈ ആക്ട് കുട്ടികൾക്ക് എത്രമാത്രം എന്തെല്ലാം പോലീസിനെ കൊണ്ടും CWCയെ കൊണ്ടും അതുപോലെ നമ്മുടെ ബാലാവകാശ കമ്മീഷൻ ഇതിൽ റോളുണ്ട്. അവർ ഇതുവരെയും എന്തെങ്കിലും തരത്തിലുള്ള ആക്ട് ചെയ്തതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം ഈ പോക്സോ ആക്ടിന്റെ മോണിറ്ററിംഗ് ഒരു ഏജൻസി ആയിട്ട് പോക്സോ ആക്ടിൽ തന്നെ പറയുന്നുണ്ട്. ഈ ബാലാവകാശ കമ്മീഷൻ സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും ബാലാവകാശ കമ്മീഷനുകൾക്ക് റോളുണ്ട്. ഇവരെല്ലാവരും കൃത്യമായി അവരവരുടെ എന്താണ് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കടമകൾ, ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇത്തരത്തിൽ
ഇപ്പോൾ കുണ്ടറയിലെ കേസാണെങ്കിലും വാളയാറിലെ കേസാണെങ്കിലും ഏത് കേസിലും ഒരു പോക്സോ ആക്ടിലെ സെക്ഷൽ അബ്യൂസിന് ഇരയായിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് മെഡിക്കലിന്റെ കാര്യത്തിലാണെങ്കിലും റിപ്പോർട്ട് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇൻസ്പെക്ഷൻ നടക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ഒരു കൃത്യമായി എടുക്കണം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അബ്യൂസിന് ഇരയായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കൊണ്ടുപോയി CWCയിൽ ഹാജരാക്കി അടുത്ത ഷെൽട്ടർ ഹോമിലേക്ക്, വീടിനുള്ളിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വീടിനുള്ളിൽ കുട്ടികൾ സുരക്ഷിതരല്ല. പക്ഷെ ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ വീടിനുള്ളിൽ സുരക്ഷിതരല്ലാത്ത കുട്ടികളെ വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെയാണ് ഇവർ പറഞ്ഞു വിടുന്നത്. ഇവിടെ വെച്ച് തന്നെയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. അത് എത്ര തരത്തിൽ എന്താണ് അവർ മനസ്സിലാക്കുന്നത്, എന്താണ് അവർ ചെയ്യുന്നത്? ഈ ഷെൽട്ടർ ഹോമുകൾ വെറുതെയല്ല, ഇത് ഇത്തരത്തിൽ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അത് CWCക്ക് ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു പോലീസ് 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന്. പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും CWC എന്ന നിലയിൽ അവരത് അറിയേണ്ടതാണ്. അവരുടെ അടുത്ത് നിന്ന് ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ചോദിക്കുന്ന നിമിഷം സെക്ഷൽ അബ്യൂസിന് ഇരയായിട്ട് അവരുടെ ജൂറിസ്ഡിക്ഷനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ട് കൊടുക്കുവാൻ ബാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ബാധ്യതകളെ കുറിച്ച്, ചുമതലകളെ കുറിച്ച്, കടമകളെ കുറിച്ച്, ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് ഇരിക്കുന്ന പൊസിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാത്ത ഇവർ ഇരിക്കുന്ന പൊസിഷൻ കൊണ്ട് എന്തെല്ലാം അധികാര ദുർവിനിയോഗം ചെയ്യാം എന്ന് മനസ്സിലാക്കുകയും അതാണ് കാര്യം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ സജികുമാർ, അദ്ദേഹം CPM-ന്റെ കുണ്ടറ ഏരിയ സെക്രട്ടറിയാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട് ഇപ്പോൾ. ശ്രീ സജികുമാർ, എന്തൊക്കെയാണ് തങ്ങൾ ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് പോലീസിന് ധാരണയില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ അവിടുത്തെ പൊതുപ്രവർത്തകർക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടപെടേണ്ടി വന്നു. ഇതൊരു ഗുരുതരമായ കാര്യമാണ്, ഇവരുടെ ഭാഗത്ത് ഇത്ര വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്താൻ താങ്കളടക്കമുള്ള ആളുകൾ അത് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു. എത്ര വലിയ വീഴ്ചയാണ് അവർക്ക് വന്നത്? ഒപ്പം പോലീസിന് മാത്രമല്ലോ ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. വാളയാറിലാണെങ്കിലും കുണ്ടറയിലാണെങ്കിലും വീടിനകത്ത് ഇത്ര ചെറിയ കുട്ടികൾ ഇമ്മട്ടിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ നാട്ടുകാരും അറിയുന്നില്ല, ആളുകൾക്ക് തടയാനാകുന്നില്ല. വാളയാറിലാണെങ്കിൽ അതിന്റെ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും പറ്റുന്നില്ല. നമ്മുടെ പൊതുസമൂഹത്തിന്റെ നിസ്സംഗതയും പൊതുസമൂഹത്തിന്റെ വീഴ്ചയും ഏത് നിലക്കാണ് ഇത്രക്ക് വലിയ തോതിലാകുന്നത്? ശ്രീ സജികുമാർ, ഇവിടെയുള്ള പ്രശ്നം നേരത്തെ പറഞ്ഞത് ശരി തന്നെയാണ്. കാര്യം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ വിഷയം ഉണ്ടായപ്പോൾ പോലും ഞങ്ങൾ അവിടെ നേരിട്ട് ഇടപെട്ടു. ഞങ്ങൾ അപ്പോഴാണ് അവിടെ സ്ഥലത്ത് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി. കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് കാണുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ ഞങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നു. അവിടെ വെച്ചാണ് പോലീസിനോട് ഞങ്ങൾ നിർബന്ധപൂർവ്വമായി ഇത് ഈ നിലയിൽ പോരാം, ഇത് അന്വേഷണം ഗൗരവമാകേണ്ടതാണ്, ഇത് കുട്ടി തന്നെ എഴുതാൻ സാധ്യതയില്ല എന്ന് ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു. അപ്പോൾ ബന്ധപ്പെട്ട മന്ത്രി കൂടി ഇടപെട്ടുകൊണ്ട്, MLA കൂടി ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് ബോഡി മാറ്റുകയാണ് ചെയ്തത്. അവിടെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ തന്നെ വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായി. ഇത് പോലീസിന് ഈ കുടുംബത്തിന്റെ തന്നെ ചില പശ്ചാത്തലങ്ങളും കുടുംബത്തിലെ ചില അംഗങ്ങളും ഒക്കെ ഒരു ബോൺ ക്രിമിനലായിട്ടുള്ള ചില മാനസികാവസ്ഥയുള്ളവരാണ്. അവരുടെ ഈ പ്രശ്നങ്ങളെ വഴിതിരിച്ചുവിടാൻ നേരത്തെ തന്നെ 2015 സംഭവങ്ങൾ, ഇത് ചില സംഭവങ്ങളുടെ തുടർച്ചയാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച കറക്റ്റാണ്, വീടിന് വെളിയിലേക്ക് ഇത് അറിയുന്നില്ല. അതാണ് പ്രശ്നം. ഈ വീടുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ പിടിയിലായിരിക്കുന്ന ഈ കുട്ടിയുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പരാതികൾ ഉണ്ടായിരുന്നതാണോ? അതെ. അച്ഛനും അമ്മയൊക്കെ തമ്മിൽ പ്രശ്നമുണ്ടായി. 2015 ഓഗസ്റ്റ് മാസമാണ് ആദ്യമായി ഈ മൂത്ത കുട്ടി തന്റെ പിതാവ് തന്നെ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കുണ്ട്ര പോലീസിൽ പരാതി നൽകുന്നു. ആ കുണ്ട്ര പോലീസിൽ 2015 ഓഗസ്റ്റ് മാസം പരാതി നൽകുമ്പോഴും പോലീസ് അന്വേഷിച്ചു വരുമ്പോൾ മൂത്ത കുട്ടി ഇതിന് മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. ഇളയ കുട്ടി പറയുന്നു സംഭവം ശരിയാണ് എന്ന് പറയുന്നു. ഇളയ കുട്ടി പറയുമ്പോൾ മൂത്ത കുട്ടിയാണ് ഉപദ്രവിച്ചതെന്ന് പറയുമ്പോൾ മൂത്ത കുട്ടിയെയും മെഡിക്കൽ എക്സാമിനേഷന് പോലും വിധേയമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വിധേയമാവുന്നില്ല. അവസാനം പോലീസ് കിട്ടിയത് വെച്ച് ഇളയ കുട്ടിയുടെ മൊഴി വെച്ചിട്ട് കേസെടുക്കുന്നു. 28 ദിവസം അദ്ദേഹം റിമാൻഡ് ചെയ്യപ്പെടുന്നു. പക്ഷേ ശ്രീ സജികുമാർ, ഈ അച്ഛൻ ഈ തെറ്റായ കുറ്റം ആരോപിക്കപ്പെട്ടെന്ന് ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഈ അച്ഛൻ, ഈ കുട്ടിയുടെ അച്ഛൻ, ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ മാധ്യമപ്രവർത്തകരോടും നാട്ടുകാരോടും പൊതുപ്രവർത്തകരോടും എല്ലാം പറയുന്നുമുണ്ട് അല്ലേ? അതെ, ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ രണ്ടാമത്തെ കുട്ടി മരണപ്പെടുമ്പോഴാണ് ഇതിന്റെ ഒരു വസ്തുത ഞങ്ങൾ പോലും അറിയുന്നത്. നേരത്തെ പറഞ്ഞ കണക്കാണ്, ഈ വീടിന്റെ ചൂരൽക്കുള്ളിൽ നടക്കുന്ന എല്ലാ സംഭവം അറിയുന്നില്ല. ഇവിടെ നമ്മൾ ഈ പൊതുപ്രവർത്തകരുടെ അടക്കമുള്ള ഒരു വീഴ്ചയാണത്. അതായത് ഇത്തരം സംഭവങ്ങൾ, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ അതിനകത്ത് പൂർണ്ണ മനസ്സോടെ, മറ്റേതെങ്കിലും സംഭവ വികാസങ്ങളാണെങ്കിൽ അതിലിടപെടുമായിരുന്നത് പോലുള്ള അത്രക്ക് പൂർണ്ണ മനസ്സോടെ ഇടപെടുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുന്ന എന്തോ ഒന്നുണ്ട്. ഇത്തരം ചെറിയ കുട്ടികൾക്കെതിരായുള്ള ലൈംഗികാതിക്രമങ്ങളെ അങ്ങനെ അങ്ങ് കാണാതെ പോവുക എന്താണ് നമ്മുടെ ഒരു ശീലം. നമ്മുടെ എന്ന് വെച്ചാൽ മലയാളിയുടെ ഒരു ശീലം എന്നത് കൂടെയാണ് അതിനൊരു കാരണം അല്ലേ? ഒരിക്കലുമല്ല. ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇത് അവിടെ ചെന്നപ്പോൾ പോലീസ് യഥാർത്ഥത്തിൽ ഇതൊരു ആത്മഹത്യയാണ് എന്ന് കുറിപ്പ് കണ്ടപ്പോൾ തന്നെ ഒരു ജീവനത്തിലെത്താൻ ശ്രമം നടത്തിയപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഇടപെട്ടു. MLA ബന്ധപ്പെട്ടു. ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ അവിടെ ഉണ്ടായ സംഘർഷത്തിൽ നിന്നും ബോഡി ഞങ്ങളവിടെ പിടിച്ചു വാങ്ങിച്ച് ബോഡി എടുക്കാൻ വരുമ്പോൾ ഈ മാതാപിതാക്കളും ബന്ധുക്കളൊക്കെ തന്നെ ഒരു സംഘർഷം ഉണ്ടായി.
വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ ഇടപെട്ടിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ പോലും ഒരു സാഹചര്യം ഉണ്ടായില്ലായിരുന്നു. ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പുറം ലോകത്തിന്റെ മുന്നിലേക്ക് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നത്. ഫലപ്രദമായിട്ട് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ദൗത്യം നിറവേറ്റാൻ കഴിഞ്ഞു എന്നുള്ള ആത്മസംതൃപ്തിയാണ് ഞങ്ങളെ തീർച്ചയായും നിങ്ങൾ അത് അക്കാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരാം ശ്രീ സജികുമാർ താങ്കളിലേക്ക്. ശ്രീമതി ബിന്ദു കൃഷ്ണ, താങ്കൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഈ പൊതുസമൂഹത്തിന്റെ നിസ്സംഗതയെക്കുറിച്ച് കൂടിയാണ്. അത് ഈ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് ലൈംഗികാതിക്രമങ്ങൾ, വാളയാറിലെ സംഭവം എടുത്താലാണെങ്കിൽ ആ അമ്മയും അച്ഛനും നേരത്തെ ഈ സംഭവം കണ്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് പുറത്തു പറയാൻ അവർ മടി കാണിക്കുകയും അവർ അയാളെ ശാസിക്കുകയും ചെയ്തു. ഇടപെടാൻ മറ്റു ബന്ധുക്കളെ പ്രേരിപ്പിച്ചു. പക്ഷേ അവരുടെ ദരിദ്രമായ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്കിരുവർക്കും ജോലിക്ക് പോകേണ്ടതുകൊണ്ട് ഈ രണ്ടാമത്തെ കുട്ടിയെയും അവിടെ ഒറ്റക്ക് നിർത്തി പോകേണ്ടതായുള്ള സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. അതായത് ഈ കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള ലൈംഗികാതിക്രമങ്ങൾ നടക്കുന്നത് പുറത്തു പറയുന്നത് എന്തോ ഒരു നാണക്കേടാണ് എന്ന തോന്നൽ, അല്ലെങ്കിൽ ശരിയായ കാര്യമല്ല എന്ന തോന്നൽ ആളുകളെ പിന്തിരിപ്പിക്കുന്നുണ്ടാകണം. അക്കാര്യത്തിലൊരു മനോഭാവ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾ വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നത് പുറത്ത് തുറന്നു തന്നെ പറയണം. അത് കുറ്റകൃത്യമാണ്, പോലീസിൽ രേഖപ്പെടുത്തപ്പെടേണ്ടുന്ന, പരാതിയായി രേഖപ്പെടുത്തപ്പെടേണ്ടുന്ന സംഭവമാണ് എന്ന് കേരള സമൂഹത്തോട് പറയേണ്ടുന്ന കാലമാണ് വന്നത് എന്നുകൂടെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 255 കേസുകൾ മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം 2500 കേസുകളായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സംഭവങ്ങൾ കുറവായതുകൊണ്ടല്ല, ആളുകൾ പരാതി രേഖപ്പെടുത്താത്തത് കൊണ്ടായിരിക്കണം. അത് ഇത്തരം കുറ്റകൃത്യങ്ങൾ, കുഞ്ഞുങ്ങൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ ഗുരുതരമായ സംഭവ വികാസങ്ങളാണ്. അവ പോലീസിൽ പരാതിയായി തന്നെ എത്തപ്പെടേണ്ടതുണ്ട് എന്നത് നാട്ടുകാരോട് പറയാൻ കൂടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ അവസരങ്ങൾ ഉപയോഗിക്കേണ്ടതല്ലേ? ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ തിരിച്ചു വരാം ശ്രീമതി ബിന്ദു കൃഷ്ണ താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ, ആ തരത്തിലുള്ള ഒരു മനോഭാവ മാറ്റത്തിലേക്ക് സമൂഹം വരേണ്ടതല്ലേ? വരേണ്ടത് തന്നെയാണ്. ആക്രമിക്കപ്പെടുന്നത് ചൈൽഡ് സർവൈവർ എന്നാണ് ഇവരെ നമ്മൾ പറയേണ്ടത്. അത്തരത്തിൽ കുട്ടികൾ, അത് മരണപ്പെട്ടു പോയ കുട്ടിയാണെങ്കിലും ജീവിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്കല്ല പ്രശ്നം. ഇത് എന്നെ ആരെങ്കിലും ആക്രമിച്ചു, ഇപ്പൊ കുട്ടികളുടെ കാര്യം മാത്രമല്ല, ഒരു സ്ത്രീ എന്ന നിലയിലും അത്തരത്തിൽ സെക്ഷൽ അബ്യൂസിന്, സെക്ഷൽ ഹരാസ്മെന്റിന്, റേപ്പിന്, എന്ത് തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങളും ഇരയാക്കപ്പെടുന്ന ആളല്ല, ഇത് ചെയ്യുന്ന, ആക്രമിക്കുന്ന ആളാണ് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടത്, തുണിയിട്ട് നടക്കേണ്ടത് അത്തരത്തിലുള്ളവരാണ്. ഇത് നേരിടുന്ന ആളല്ല എന്നുള്ള ഒരു ബോധം, അത് സ്ത്രീകളായിട്ടും സ്ത്രീകളോടുള്ളതും കുട്ടികളോടുള്ളതുമൊക്കെയുള്ള പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറണം. ഇത്തരത്തിൽ ഇരയാക്കപ്പെടുന്ന ആളെ പൊതുസമൂഹം കൂടി ചേർന്ന് ഇരയാക്കിയിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് നമ്മുടെ കേസുകൾ എടുത്ത് നോക്കിയാൽ അറിയാം നമ്മൾ എങ്ങനെയാണ് അവരോടെല്ലാം പെരുമാറിയിട്ടുള്ളതെന്ന്. അത് പെൺകുട്ടികളോടുള്ള ഇത്തരത്തിലുള്ള കേസുകളിൽ ആ കുട്ടികളെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളതെന്ന് ഓരോ മലയാളിയും നമ്മൾ ഓർക്കേണ്ടതാണ്. ഞാൻ സുഭാഷ് ബാബു, പോലീസിലെ സാഹചര്യം അനുസരിച്ച് ഇത് സമീപകാലത്ത് കൂടിയ ഒരു സംഭവമാണോ? കുഞ്ഞുങ്ങളെ ലൈംഗികാതിക്രമങ്ങൾക്ക് വിധേയരാക്കുക, ഇരകളാക്കുക എന്നത് സമീപകാലത്ത് മലയാള സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ കൂടി വന്ന സംഭവമാണോ? അല്ല, സംഭവം പണ്ടും ഉണ്ടാകുന്നതാണ്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ സാഹചര്യം കൂടുതൽ ഇപ്പോഴാണ് ഉണ്ടായി തുടങ്ങുന്നത്. പക്ഷേ ഇതിൽ ഈ പോക്സോ ആക്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ളതുകൊണ്ട് അത് നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കൂടെ കൂട്ടി IPC കൂടെ കൂട്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. എല്ലാ വിങ്ങുകളിലും, പ്രത്യേകിച്ച് പോലീസിന് നിരന്തരമായിട്ട് ഈ ആക്ട് വന്ന കാലം 2012 ശേഷം, ഇത് വന്നതിന് ശേഷം നിരവധി ക്ലാസ്സുകൾ ഒരുപാട് സ്ഥലത്ത് എടുക്കുകയും കൂടെ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അവർക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം എന്താ ചെയ്യേണ്ടത്, അതിന് പ്രത്യേക നോട്ടായിട്ട് അവർക്കൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട്, ജോലിയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ഇത് ഈ പോക്സോ ആക്ട് ഈ 2 കേസുകളിലും, ഇപ്പോൾ വാളയാറിലായാലും മറ്റു ഇവിടുത്തെ കേസായാലും ശരി, അതിനകത്തേക്ക് ഈ പോക്സോ ആക്ട് കൊണ്ടുവരാൻ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചിട്ടില്ല. ഇങ്ങനെ പോക്സോ ആക്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ 2017 ഈ കേസുകൾ ഗ്രേവ് ക്രൈം, അതായത് വളരെ ഗൗരവത്തോടുകൂടി CI തന്നെ അന്വേഷിക്കണം, അത് DYSP അത് മോണിറ്റർ ചെയ്യുകയും ഒരു ഗ്രേവ് ക്രൈം റിപ്പോർട്ടായി എഴുതി അത് സൂപ്രണ്ട് ഓഫ് പോലീസിന്, അതായത് ജില്ലാ പോലീസ് ചീഫിന് അയക്കുകയും വേണം എന്ന പുതിയ ഒരു നിബന്ധനകളും ഉണ്ടാക്കി. അപ്പോൾ ഈ ആക്ട് ഇതിനകത്ത് ബാധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് CI ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവും.
അതുകൊണ്ട് അതിന് വന്ന അനാസ്ഥയായിരിക്കും ഇത്. അതുകൊണ്ട് തീർച്ചയായും അവരുടെ വീഴ്ചയാണ്. അല്ലാണ്ട് ഈ നിയമം ഇത് അറിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോടെ വേണേലും ഒറ്റയ്ക്ക് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അന്വേഷിക്കേണ്ടത് SIയും CEയാണ്. SIക്കും CIക്കും അറിയാത്ത പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് എനിക്ക് വളരെ ശക്തിയായിട്ട് പറയാൻ പറ്റും. കാരണം അവരെ സംബന്ധിച്ചൊക്കെ ഇംഗ്ലീഷ് അറിയുന്ന ആളാണ്. മലയാളത്തിൽ ഇംഗ്ലീഷ് പുസ്തകം അവർക്ക് കൊടുത്തിട്ടുണ്ട്, നോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, സർക്കുലറുകളുണ്ട്, നിരവധി ക്ലാസ്സുകൾ എല്ലാ ജില്ലകളിലും പോലീസ് അക്കാഡമിയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്തത് കൊണ്ടല്ല, ഇത് ചെയ്തില്ല, അതാരും ചോദിക്കാൻ ആളില്ല. പിന്നെ അത് ഏതോ ഒരു കുട്ടിയുടെ ബന്ധുക്കളാരോ അത് ഒരു റിലക്റ്റന്റ് വിറ്റ്നസ്, അതായത് പറയാൻ മടിക്കുന്ന സാക്ഷിയാണ്. പറയാൻ മടിക്കുന്ന സാക്ഷികളെ പറയിപ്പിക്കുക എന്നുള്ളത് ആ പോലീസിന്റെ കടമ. അല്ലാണ്ട് പറയാൻ മടിക്കുന്നവരെ കണ്ടതിന് ശേഷം മാറി നിൽക്കാനല്ല. മാറി നിൽക്കാൻ പറയുന്ന പോലീസ് ഭീരുവാണ്, ഭീരുത്വം കാണിക്കുക, അവന്റെ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുന്ന ആളാണ്. ആ ഉദ്യോഗസ്ഥൻ നടപടിക്ക് വിധേയന, അദ്ദേഹത്തിന്റെ മിസ്കോണ്ടക്റ്റ് ആണ്, അത് ഡെർലക്ഷൻ ഓഫ് ഡ്യൂട്ടിയാണ്. ഇതൊക്കെയാണ് ആ ഉദ്യോഗസ്ഥന്മാർ ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനകത്തൊന്നും ഉത്തരവാദിത്വം ഒഴിയാൻ പറ്റില്ല. ഇത് അവരുടെ മാത്രം ഉത്തരവാദിത്വമാണ്, മറ്റാർക്കുമായി ഇതിനകത്ത് ഉത്തരവാദിത്വം. തീർച്ചയായും അവരുടേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. വളരെ നന്ദി സുഭാഷ് ബാബു ഞങ്ങളോട് സംസാരിച്ചു. ശ്രീമതി ബിന്ദു കൃഷ്ണൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. പോലീസിന്റെ വീഴ്ച വലുതാണ്. താങ്കൾ തന്നെ നേരത്തെ പറയുകയുണ്ടായി, എല്ലാവരുടെയും നമ്മൾ അടങ്ങുന്ന പൊതുസമൂഹത്തിന്റെ വീഴ്ചയും ഇക്കാര്യത്തിലുണ്ട്. ഏത് നിലക്ക് കുണ്ടറയാണെങ്കിലും വാളയാർ സംഭവമാണെങ്കിലും അതിൽ നിന്ന് ഏത് നിലക്കുള്ള പാഠങ്ങളാണ് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ പഠിക്കേണ്ടത്? നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായി ഭാവിയിലേക്ക് വളർത്താൻ എന്തൊക്കെ വേണം നമ്മൾ ചെയ്യാൻ? ഒന്നാമതായി ഇരയെ കുറ്റവാളിയായി കാണുന്ന സമൂഹത്തിന്റെ മനോഭാവം ആദ്യം അവസാനിപ്പിക്കണം. നമ്മുടെ സ്ത്രീപീഡന കേസുകളിൽ ക്രിമിനോളജിസ്റ്റ് പഠിക്കുക, അങ്ങനെയുള്ള ആളല്ല, ക്രിമിനൽ ലോ പഠിക്കുന്നവർക്ക് പഠിക്കുവാൻ ഒരുപാടുണ്ട്. പോസ്റ്റ് സൂര്യനെല്ലി കേസ്, പ്രീ സൂര്യനെല്ലി കേസ് എന്നൊക്കെ രീതിയിൽ ഹിസ്റ്റോറിക്കലായിട്ട് ഇത്തരം കേസുകൾ നമുക്ക് വിലയിരുത്തിക്കൊണ്ട് ഓരോന്നിനെയും പരിശോധിച്ചാൽ കാണുന്നത് എല്ലായിടത്തും ഇരകളെ വേട്ടക്കാർ മാത്രമല്ല, ഈ സമൂഹം ഒറ്റക്കെട്ടായി വേട്ടയാടുന്നതാണ്. ഇരയായ പെൺകുട്ടിയെ കാണുവാൻ കാഴ്ചവസ്തുവിനെ എന്ന പോലെ തടിച്ചുകൂടുന്ന ജനങ്ങളുടെ മനസ്സിൽ സഹാനുഭൂതിക്ക് അപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളാണ് ഉള്ളതെന്ന് ദൃശ്യങ്ങളുടെ, ചാനലുകളുടെ ദൃശ്യങ്ങളുടെ അടക്കം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇരയായ ആള് അവര് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും കുറ്റവാളികളാണ് ശിക്ഷിക്കപ്പെടേണ്ടതെന്നുള്ള വലിയ സന്ദേശം സമൂഹം ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ സംഭവം വരുമ്പോൾ, ഒരു ഉദാഹരണത്തിന് നമ്മുടെ നടിയെ ആക്രമിച്ച കേസില് സമൂഹത്തിൽ പലരും, വിശേഷിച്ച് സിനിമ നടന്മാരുടെയും നടിമാരുടെയും സംഘടന അമ്മ, ആ സംഘടന യോഗം ചേർന്നിട്ട് ഇനി കേരളത്തിലെ മലയാള നടിമാരും ഒറ്റയ്ക്ക് പോകണ്ട, നിങ്ങളൊക്കെ സംരക്ഷകരുമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇതെന്താ, നടിയുടെ കുറ്റം കൊണ്ടാണ് ആ കേസുണ്ടായത്? എവിടെയും സ്ത്രീകൾക്ക് വിലക്കുകളും രക്ഷിച്ചു കൊടുത്തുകൊണ്ട് അവരെ രക്ഷിക്കാനാണ് എന്ന വ്യാജേന അവരെ വീണ്ടും ചാതുർവർണ്ണയത്തിന്റെ അടിമത്തത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള ഒരു മനോഭാവമല്ല വേണ്ടുന്നത്. മറ്റൊരു കാര്യം ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ CPMന്റെ ഏരിയ സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടന്നതെന്ന്. ആ സുഹൃത്തിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ച ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായി എന്ന? അപൂർവമായ ഒരു കുഞ്ഞ് തൂങ്ങി മരിച്ചു എന്ന് പോലീസ് പറയുമ്പോ അത് എന്തായിരുന്നോ, ഇതുപോലെ കേസ് എടുത്തിട്ടുണ്ടോന്നോ ഒന്ന് അന്വേഷിക്കാൻ തയ്യാറായിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചാൽ ഞാനത് അറിഞ്ഞില്ല. മാധ്യമങ്ങളിൽ വാർത്ത വന്ന് അറിഞ്ഞ ഉടൻ ആ നിമിഷം അവിടെ ഓടിയെത്തിയ ഒരാളാ. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ആ പോലീസിന്റെ പടി ഞാൻ ചവിട്ടി പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. പക്ഷേ ഇതറിഞ്ഞ സ്ഥലത്തെ മന്ത്രി, ആ സ്ഥലത്തെ നിയോജകമണ്ഡലത്തിന് MLA ആയ മന്ത്രി ഈ മാധ്യമങ്ങൾ ഇത് കൊണ്ടുവരുന്നത് വരെ പിന്നെ ഇടപെട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ ദുരൂഹതയില്ലേ? അറിഞ്ഞെങ്കിൽ പൊതുപ്രവർത്തകരുടെ ഉത്തരവാദിത്വം എന്താണ്? രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് ഭരണകക്ഷി ഏതായിക്കൊള്ളട്ടെ, രാഷ്ട്രീയത്തിന്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് പെൺകുട്ടിയുടെ ദുരൂഹത കൊണ്ടുവരണമായിരുന്നു. തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും ഭരണ നേതൃത്വത്തിന്റെയും ഭാഗത്തു നിന്നൊക്കെ വീഴ്ചയുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച പക്ഷേ വളരെ വലുതാണ്. ഒപ്പം പൊതുസമൂഹത്തിന്റെ ജാഗ്രത കുറവും സ്വാഭാവികമായും ഇക്കാര്യത്തിലുണ്ട്. ഇക്കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്കെതിരായി ലൈംഗികാതിക്രമം നടക്കാത്ത ഇടമാണ് നാട് കേരളം എന്ന ഒരു തോന്നൽ അങ്ങോട്ട് മാറ്റിവെച്ച് ഇത്തരം കാര്യങ്ങൾ ഇടപെടുക എന്നതാണ് തീർച്ചയായും നമ്മളടക്കമുള്ള ആളുകൾ ചെയ്യേണ്ടത്. വളരെ നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയതിനൊപ്പം ശ്രീമതി മായാകൃഷ്ണൻ, ശ്രീ സുഭാഷ് ബാബു, ശ്രീ സജികുമാർ ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയത് നന്ദി. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ മാത്രം പ്രതിയാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഹൈക്കോടതിയിൽ ഹരീഷ് സാൽവെയുടെ വാദം. മന്ത്രിസഭയുടെ പൂർണ്ണ അറിവോടെയായിരുന്നു ലാവ്ലിൻ ഇടപാട്. പിണറായി വിജയന് വേണ്ടി ഹാജരായ ഹരീഷ് സാൽവെയുടെ വാദം പൂർത്തിയായി.
ലാവ്ലിൻ പുനഃപരിശോധനാ ഹർജിയിലെ വാദത്തിനിടെ പിണറായി വിജയന് വേണ്ടി ഹാജരായ രാജ്യത്തെ പ്രമുഖ അഭിഭാഷകനായ ഹരീഷ് സാൽവെ നിരത്തിയ വാദങ്ങൾ ഇതായിരുന്നു. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ അസംബന്ധങ്ങളുടെ കെട്ടാണ് ലാവ്ലിൻ കേസിലെ CBIയുടെ കുറ്റപത്രം. കെട്ടുകഥകൾ കൊണ്ട് സത്യത്തെ മറച്ചുവെക്കാനാണ് അവർ ശ്രമിക്കുന്നത്. കേരളത്തിന്റെ വൈദ്യുത പ്രതിസന്ധി മറികടക്കാൻ സതുദ്ദേശത്തോടെയാണ് കരാറിൽ പങ്കുചേർന്നത്. UDF സർക്കാരിൽ വൈദ്യുത മന്ത്രിയായിരുന്ന G. കാർത്തികേയനാണ് പദ്ധതിയുടെ MOU ഒപ്പിട്ടത്. തുടർ നടപടി മാത്രമാണ് പിണറായി വിജയൻ സ്വീകരിച്ചത്. എന്നിട്ടും കാർത്തികേയൻ കേസിൽ ഉൾപ്പെട്ടില്ല. ഇതിനു പിന്നിൽ അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ ഗൂഢാലോചനയുണ്ട്. ലാവ്ലിൻ കമ്പനിയുടെ വിശ്വാസ്യതയിൽ CBIക്ക് പോലും സംശയമില്ല. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ മലബാർ ക്യാൻസർ സെന്ററിന് സഹായം വാഗ്ദാനം ചെയ്തത്. പക്ഷേ പിന്നീട് വന്ന സർക്കാരുകൾ വേണ്ടവിധം പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഈ പണം കിട്ടാതെ പോയത്. ലാവ്ലിൻ കമ്പനി മുമ്പ് കേരളത്തിലെ നിരവധി വൈദ്യുത പദ്ധതികളുടെ അറ്റകുറ്റപ്പണി നിർവഹിച്ചിട്ടുണ്ട്. ലോകബാങ്കാണ് ലാവ്ലിൻ കമ്പനിയെ നിയോഗിക്കണം എന്നാവശ്യപ്പെട്ടത്. ഈ കമ്പനിക്ക് കരാർ നൽകിയതിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദം ഇതോടെ തെറ്റാണെന്ന് തെളിയുന്നു. മന്ത്രിസഭയുടെ അനുമതിയോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു മന്ത്രി മാത്രം പ്രതിയാകുന്നത് എങ്ങനെയെന്നും ഹരീഷ് സാൽവ ചോദിച്ചു. ഇല്ലാത്ത ഗൂഢാലോചനയുടെ പേരിലാണ് പിണറായി വിജയനെ പ്രതിയാക്കിയതെന്നും സാൽവെ വാദിച്ചു. ഹരീഷ് സാൽവയുടെ വാദം പൂർത്തിയായി. CBIയുടെ തുടർവാദം 27-ന് നടക്കും. ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രിയുടെ പിന്തുണ ആശ്വാസം പകരുന്നതാണെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. കരുത്തന് നേരെ മാത്രമേ കല്ലേറുണ്ടാവൂ. വിജിലൻസിന് ലഭിക്കുന്ന പരാതികൾ തരംതിരിച്ചെടുക്കുന്നതിന് പുതിയ സംവിധാനം കൊണ്ടുവരുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. വിജിലൻസിനെതിരെ തുടർച്ചയായി കോടതി വിമർശനവും വ്യക്തിപരമായി ജേക്കബ് തോമസിനെതിരെ IAS ലോബിയുടെ കടുത്ത എതിർപ്പും ഉയരുമ്പോൾ വിജിലൻസ് ഡയറക്ടറെ ശക്തമായി പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രി. വെല്ലുവിളി നിറഞ്ഞ ജോലിയാകുമ്പോൾ പിന്തുണ ആശ്വാസമാണെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു. ജോലി ചലഞ്ചിങ് ആകുമ്പോൾ എല്ലാവരുടെയും പിന്തുണ ആശ്വാസം നൽകുന്നത് തന്നെയാണല്ലോ. വിജിലൻസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രവർത്തനത്തെ നെഗറ്റീവായും പോസിറ്റീവായും ബാധിക്കും. പരാതികൾ വേർതിരിച്ചെടുക്കുന്നതിന് പുതിയ സംവിധാനം കൊണ്ടുവരും. കേസുകളിൽ അന്വേഷണത്തെ ബാധിക്കാത്ത വിധം വിവരങ്ങൾ പുറത്തുവിടും. കരുത്തിന് നേരെ മാത്രമേ കല്ലേറുണ്ടാവൂ എന്നും ജേക്കബ് തോമസ് പറഞ്ഞു. കല്ലേറ് കൊണ്ടാൽ കല്ലേറ് കൊള്ളാൻ കരുത്തുണ്ട് എന്ന് തോന്നുന്നവർക്കല്ലേ കല്ലേറുണ്ടാവുള്ളൂ. കല്ലേറ് കൊണ്ടാൽ അപ്പം തന്നെ വീണു പോകും. പിന്നെ എറിയാൻ അവിടെ കിട്ടത്തില്ലെങ്കിൽ പിന്നെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ന്യൂസ് 18 തിരുവനന്തപുരം. അങ്കത്തട്ടാകാൻ മലപ്പുറം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. TK ഹംസ സ്ഥാനാർത്ഥിയാകണമെന്ന പൊതു അഭിപ്രായമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നതെങ്കിലും നാളെ ചേരുന്ന മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗത്തിലാകും അന്തിമ തീരുമാനമുണ്ടാവുക. മഞ്ചേരിയിൽ അട്ടിമറി വിജയം നേടിയ TK ഹംസ തന്നെ ഇത്തവണ മലപ്പുറത്ത് കളത്തിലിറങ്ങണമെന്നാണ് CPM നേതാക്കളിലെ പൊതുധാരണ. എന്നാൽ ഹംസയുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതിന് വെല്ലുവിളി. ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗവും പല പേരുകൾ ചർച്ച ചെയ്തെങ്കിലും ഹംസ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന അഭിപ്രായമുയർന്നു. 3 പേരുടെ സാധ്യതാ പട്ടികയാണ് CPM തയ്യാറാക്കിയിരിക്കുന്നത്. TK ഹംസയ്ക്ക് പുറമെ കർഷക സംഘം നേതാവും ഏരിയ സെക്രട്ടറിയുമായ TK റഷീദ് അലി, DYFI ജില്ലാ പ്രസിഡന്റ് MP ഫൈസൽ എന്നിവരാണ് പട്ടികയിലുള്ളത്. TK ഹംസ മത്സരിക്കാൻ വൈമുഖ്യം കാണിച്ചാൽ മറ്റു പേരുകൾ പരിഗണിക്കും. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കോടിയേരി ബാലകൃഷ്ണനും പങ്കെടുക്കും. ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസിന്റെ പേര് പരിഗണിച്ചെങ്കിലും മികച്ച മത്സരം കാഴ്ചവെക്കാൻ TK ഹംസ തന്നെ ഇറങ്ങട്ടെ എന്നതായിരുന്നു സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ നിലപാട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥിക്ക് 2 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം ലഭിച്ച മണ്ഡലമാണെങ്കിലും മികച്ച മത്സരം തന്നെയാണ് മലപ്പുറത്ത് CPM ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. കുണ്ടറയിൽ 10 വയസ്സുകാരി മരിച്ചത് നിരന്തര പീഡനങ്ങൾക്കിരയായ ശേഷമെന്ന് ഡോക്ടറുടെ മൊഴി. മരിക്കുന്നതിന് 3 ദിവസം മുമ്പും ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു. പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കുഞ്ഞുങ്ങൾക്കെതിരായ പീഡനങ്ങളുടെ കൂടുതൽ വാർത്തകൾ പുറത്ത്. SLC ലാവ്ലിൻ കേസിൽ പിണറായി വിജയന് വേണ്ടി പ്രതിരോധമുയർത്തി ഹൈക്കോടതിയിൽ ഹരീഷ് സാൽവെയുടെ വാദം. പിണറായി പ്രതിയാണെങ്കിൽ നായനാരും കാർത്തികേയനും പ്രതിയാകേണ്ടതല്ലേ എന്ന് ചോദ്യം. പിണറായിക്കെതിരെ ഗൂഢാലോചന നടന്നു. ലാവ്ലിൻ ഇടപാട് മന്ത്രിസഭ അറിഞ്ഞുതന്നെ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കിയിട്ടില്ലെന്നും വാദം. മലപ്പുറത്തെ ഇടത് സ്ഥാനാർത്ഥി പട്ടികയിൽ TK ഹംസയും പരിഗണനാ പട്ടികയിൽ TK റഷീദ് അലി, MP ഫൈസൽ എന്നിവരും. കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണക്കുമെന്ന് കേരള കോൺഗ്രസ്. പിന്തുണ UDFനല്ല ലീഗിന് മാത്രമെന്ന് KM മാണി. ഉത്തരാഖണ്ഡിൽ ത്രിവേന്ദ്ര സിംഗ് റാവത്ത് മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞ നാളെ. ഉത്തർപ്രദേശിൽ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. മുഖ്യമന്ത്രിയെ നാളെ അറിയാം. ഗോവ ഗവർണർക്കെതിരെ രാജ്യസഭയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞ് ഒരു MLA കൂടി പാർട്ടി വിട്ടു.
തൃശൂർ കേരള വർമ്മ കോളേജിൽ ABVP-SFI സംഘർഷം. കല്ലേറും സംഘർഷവും ഉണ്ടായത് BJP നേതാക്കളുടെ അടക്കം സാന്നിധ്യത്തിൽ. യൂണിയൻ ചെയർമാൻ അടക്കം 17 പേർക്ക് പരിക്ക്. നാരദ കേസിൽ നേരറിയാൻ CBIയെ ചുമതലപ്പെടുത്തി കൊൽക്കത്ത ഹൈക്കോടതി. തൃണമൂൽ നേതാക്കൾക്കെതിരായ ഒളി ക്യാമറ ദൃശ്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കണം. ഉത്തരവ് നേതാക്കൾ കൈക്കൂലി വാങ്ങിയ കേസിൽ. സംഭവത്തിന് പിന്നിൽ BJP എന്ന് മമതാ ബാനർജി.